പ്രത്യേകിച്ച് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ വളർച്ചയെ തടയിടുന്ന രീതിയിലുള്ള ഒരു പ്രവണത കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ചില നേതാക്കളെ ടാർഗറ്റ് ചെയ്തുണ്ടാകുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ച് ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വളർച്ചയെ തടയിടുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ ശ്രീ ജോണി നെല്ലൂർ? തീർച്ചയായിട്ടും ജ്യോതി, കഴിഞ്ഞ കുറെ നാളുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, ക്രൈസ്തവ നേതാക്കന്മാരെ ഏതെങ്കിലും വിധത്തിൽ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു നിലപാട്, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുന്ന നിലപാട്. ഞാനിപ്പോ വ്യക്തിപരമായി ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷി. ഞാൻ ആ പാർട്ടി കുറ്റപ്പെടുകയല്ല. കേരളത്തിൽ അവരുടെ ഭാരവാഹികളുടെ പുനഃസംഘടന, DCCകളുടെ പുനഃസംഘടന ഒക്കെ വരുന്നു. ആ വരുമ്പോഴൊക്കെ ക്രൈസ്തവ നേതാക്കന്മാരെ എത്ര പേരെ ഒരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്? നമ്മൾ ആലോചിക്കട്ടെ. കേരള കോൺഗ്രസ് ആണ് പറഞ്ഞവർ അത് ക്രൈസ്തവന്റെ പാർട്ടി, പള്ളിയുടെ പാർട്ടി, മെത്രാന്റെ പാർട്ടി എന്ന് പറഞ്ഞ ആക്ഷേപിക്കും, പുച്ഛിക്കും. എന്തുകൊണ്ട് കോൺഗ്രസ് പോലുള്ള ഒരു ബഹുജന പ്രസ്ഥാനത്തിന് ക്രൈസ്തവരായിട്ടുള്ള നേതാക്കന്മാരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല? അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ക്രൈസ്തവ നേതാക്കന്മാരെ കുറെ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ സഭാ നേതൃത്വത്തിനും പങ്കുണ്ട്. സഭാ നേതൃത്വം അവരെ പ്രൊമോട്ട് ചെയ്യണം കൂടുതലായിട്ട്. ആ പ്രൊമോട്ട് ചെയ്യുവാൻ അവർ ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ആലോചിക്കണം. മറ്റുള്ള പല വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെയും വല്ലാതെ പ്രൊമോട്ട് ചെയ്ത് വല്ലാതെ അവരെ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടു നടക്കുമ്പോൾ ക്രൈസ്തവ നേതാക്കന്മാർ അവർ ഞങ്ങളുടെ പിള്ളേരല്ലേ എന്നുള്ള രീതിയിൽ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു പ്രവണതയും നമ്മളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.